ഹായ് ഹലോ, എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പച്ചത്തേങ്ങ അരച്ചു വെച്ച നല്ല നാടൻ അയില മീൻ കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ അരച്ചു വെച്ച ഈ കറി ഒരു പ്രത്യേക മസാലക്കൂട്ടിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരു 5-8 ചെറിയ ഉള്ളി ഒന്ന് നടുവേ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് പച്ചമണം മാറി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇപ്പോൾ അതെല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ജീരകം ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ജീരകം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലോട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ഉലുവാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളെല്ലാം ചെറുതായി ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി വറക്കണ്ട. തേങ്ങയും ഈ മസാലക്കൂട്ടിലൊന്ന് നല്ലപോലെ മിക്സ് ആകുന്നിടം വരെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞും പോകും, തേങ്ങ ഒത്തിരി അങ്ങ് വറന്നും പോകും. അങ്ങനെ തേങ്ങ ഒത്തിരി വറന്നു പോകരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയും മസാലക്കൂട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ആ തക്കാളി അപ്പോൾ കുറച്ചൊന്നും കൂടി വേവാനുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആ തക്കാളി വേവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വേഗം തന്നെ വെള്ളം വലിഞ്ഞ് തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതാണ്. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ ഒന്ന് തക്കാളി ഉടയാത്തുണ്ടെങ്കിൽ ആ തവി കൊണ്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണമെന്നൊന്നുമില്ല. ഇതുപോലൊന്ന് തക്കാളി ഒന്ന് വെന്ത് വാടി കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മളിത് ചട്ടിയിലാണ് കയർ തയ്യാറാക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു ചെറിയ സവോളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആകണ്ട, നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഞാൻ ഇനിയൊരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണം ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യ എരിവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3 പച്ചമുളകും കൂടി ചേർത്തപ്പോൾ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറിയൊന്ന് വന്നിട്ടുണ്ട്. ആ സമയത്തിന് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് നല്ലപോലെ ഒന്ന് അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്, അത് ഓർക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് എല്ലാം കൂടി തെറിച്ചു പോകും. ഇപ്പോൾ അരച്ച കൂട്ട് ചേർത്തിട്ട് ഇനി ഇതൊരു 2-3 മിനിറ്റ് സമയം നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ചട്ടിക്ക് നല്ല ചൂട് കാണും, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായി നല്ല പോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ നമ്മൾ എടുത്തിരിക്കുന്ന മീനിൻ്റെ അളവിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവി മസാലക്കൂട്ട് നല്ല പോലെ ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 കഷ്ണം കുടംപുളി നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളിക്ക് പകരം നിങ്ങൾക്ക് ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഇനിയിപ്പം ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 കിലോ അയിലമീൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇത് ഓരോരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഗ്രേവി തിളച്ചതിന് ശേഷം വേണം ഇതുപോലെ മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മുഴുവൻ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഉണ്ടെങ്കിൽ പിന്നീട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം മതിയാകും. ഇനി ഞാൻ തവി കൊണ്ട് അതൊന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു. അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയം നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ചട്ടി ചുറ്റിച്ച് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് വറ്റിക്കരുത്, കാരണം അത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കുറുകി വരുന്നതാണ്. അതിനനുസരിച്ച് വേണം ഗ്രേവി റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് തീ ഓഫ് ചെയ്യുന്നത്. ഈ ഒരു പരുവത്തിൽ ഇത്രയും ഗ്രേവിയോടുകൂടി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് താളിച്ച് ചേർക്കുന്നുണ്ട്. കടുകും കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ താളിച്ച് ചേർത്താണ്. ഇങ്ങനെ താളിച്ച് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രം ചേർത്താലും മതിയാകും. ഇനി ഇത് അടച്ചു വെച്ച് 1-2 മണിക്കൂറിന് ശേഷം ചെറു ചൂടോടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല മീൻ കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്